ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മളൊരു ക്യാമറ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാമറകളുടെ യൂസ് എന്നിട്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് ആ ടെക്നിക്കൽ ടേംസ് എന്താണ് മീൻ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ പറഞ്ഞുതരാം. ISO എന്താണ്, റെസൊല്യൂഷൻ എന്താണ്, ബൊക്കെ ഇഫക്റ്റ് എന്താണ്, അപ്പർച്ചർ എന്താണ്, ഇതൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്കും കുറേ വേർഡ്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടായിരുന്നില്ല. ഞാൻ കുറേ സെർച്ച് ചെയ്തു, അതിനുശേഷമാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതെല്ലാവരും ഒരു ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻസ് ആണ്. പലതും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് അപ്പർച്ചർ എന്തിട്ടാണ്. അപ്പർച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ ക്യാമറയ്ക്ക് ഒരു കണ്ണുകൊണ്ട് കാണണമെന്നറിയില്ല, ഒരു ഷട്ടർ ഉണ്ടായിരിക്കും. ആ ഷട്ടർ ഓപ്പൺ ആവണതന്നെ ആണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ഞാനൊരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. മീൻസ് ഈ അപ്പർച്ചറിൻ്റെ ഒരു ഫോട്ടോ മീൻ ചെയ്യുന്നത് എന്താണ്, ഇതാണ് അപ്പർച്ചർ മീൻ ചെയ്യുന്ന ഫോട്ടോ. അത് മനസ്സിലായോ? ഇത് ക്യാമറകളുടെ ഷട്ടറാണ്. ഇപ്പോൾ ഇതിൻ്റെ F16 എന്ന് പറയുമ്പോൾ ഷട്ടർ കുറച്ചേ തുറക്കുള്ളൂ. F1.4 എന്ന് പറയുമ്പോൾ അപ്പർച്ചർ കൂടുതലാണ്, ക്യാമറ കൂടുതലായി തുറക്കും, ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി കൂടും. എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റ് കൂടുതലായിട്ട് ഈ സമയത്ത് ഉള്ളിലേക്ക് കിടക്കുമല്ലോ, അതുകൊണ്ട് ഈ ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി കൂടും. അപ്പോൾ പോയിന്റ് കുറയുമ്പോഴാണ് നമ്മുടെ നല്ലത്, ക്യാമറയ്ക്ക് നല്ലത്. 1.4 ഒക്കെയാണ് നല്ലത്. 1.11 ബെറ്റർ 1.4 ആണ്, അത്രയ്ക്കും തുറക്കും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ എന്താണ്. റെസൊല്യൂഷൻ അറിയുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള പിക്സലുകൾ കൂടിച്ചേർന്നിട്ടാണ് ഒരു റെസൊല്യൂഷൻ ഉണ്ടാവുന്നത്. എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്തു എന്ന് വിചാരിക്കാം. ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പിക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളറുകൾ, ഇപ്പോൾ ബ്ലൂ, വൈറ്റ്, അങ്ങനെ കുറേ കളറുകളുണ്ടല്ലോ, എല്ലാം കൂടിച്ചേർന്നിട്ടാണ് ഫോട്ടോ. ഇതാണ് ഒരു പിക്സലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കളറുകൾ, അത് കൂടിച്ചേരുമ്പോഴാണ് ഒരു റെസൊല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ തന്നെ ഇപ്പോൾ ഒരു 8 മെഗാ പിക്സലിൻ്റെ ഫോട്ടോ എന്ന് വിചാരിക്കാം. ഇപ്പോൾ റെസൊല്യൂഷൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് കാണുന്നത്. 8 മെഗാ പിക്സലിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ 8 മില്യൺ പിക്സലുകൾ ഉണ്ടായിരിക്കും. 12 മെഗാ പിക്സൽ എന്ന് പറഞ്ഞാൽ 12 മില്യൺ പിക്സലുകൾ ഉണ്ടായിരിക്കും. അതെല്ലാം കൂടിച്ചേർന്നിട്ട് പിക്സൽ കൂടും തോറും ഫോട്ടോൻ്റെ ക്ലാരിറ്റി കൂടും. അതാണ് റെസൊല്യൂഷൻ്റെ മീനിങ്. പിന്നെ എന്തുകൊണ്ടാണ് ബൊക്കെ ഇഫക്റ്റ്. ബൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജപ്പനീസ് വേർഡാണ്. ഔട്ട് ഓഫ് ഫോക്കസ് എന്നാണ് അർത്ഥം. ഒരു ഒബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാക്കി സ്ഥലങ്ങളെല്ലാം ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ആയിരിക്കും. ഇതാണ് ഒരു ബൊക്കെ ഇഫക്റ്റിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ DSLR എടുക്കുന്ന ഫോട്ടോസാണ്. മൊബൈലിൽ എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് എന്താ പറയുക, സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിരിക്കും. നമ്മുടെ DSLR എടുക്കുമ്പോൾ ഹാർഡ്വെയർ ബേസ്ഡ് ആയിരിക്കും ബൊക്കെ എഫക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് DSLR എടുക്കുന്ന ബൊക്കെ എഫക്റ്റിന് ഇത്തിരി കൂടിയും ഒരു ഭംഗി കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് ISO എന്താന്ന് പറയുന്നത്. ISO എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോസിൽ നമുക്ക് കൂടുതലായിട്ട് ISO വരുന്നത് DSLRലൊക്കെ ആണെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫോട്ടോസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ISO എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ISO 100. ഇത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തൊട്ടാന്ന് തോന്നുന്നുണ്ടോ എന്ന് പറയട്ടോ. ISO കൂടും തോറും ലൈറ്റിൻ്റെ സെൻസിങ് കൂടും. അതാണ് ഇതിൻ്റെ മീനിങ്. ഇപ്പോൾ ISO 10 എടുത്തു വെച്ചോ, ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈറ്റ് നമ്മുടെ ക്യാമറ അബ്സോർബ് ചെയ്യുന്നത് കൂടും. 100 എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൊണ്ട് കേട്ടോ, നമ്മൾ ISO കൂടുമ്പോൾ ഫോട്ടോൻ്റെ ക്ലാരിറ്റി കൂടും, ബട്ട് നോയ്സ് കൂടും. നോയ്സ് ഫോട്ടോയിൽ ഒരു പൊട്ടി ഇരിക്കുന്ന മാതിരിയൊക്കെ തോന്നും, വെളിച്ചം കൂടുതൽ തോന്നും. നമ്മൾ കുറേ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഫോട്ടോസൊക്കെ ഭയങ്കരമായിട്ട് വെളിച്ചം കൂടിയിട്ട് ഒരുമാതിരി വൃത്തിയായിട്ട് മാതിരി തോന്നില്ല. അത് ISO കൂടുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഓരോ ഫോട്ടോയിലും ഒരു നാച്ചുറൽ ഫോട്ടോ ആയിരിക്കുകയാണെങ്കിൽ ഒരു ISO ഒരു 200 400 ഒക്കെ ഉണ്ടാവുള്ളൂ. ക്യാമറ നമ്മുടെ ഡിജിറ്റൽ SLRലൊക്കെ എടുക്കുമ്പോഴാണ് നല്ല ഇഫക്റ്റിൽ അല്ലെങ്കിൽ നല്ല നോയ്സ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിലുള്ള ISO കിട്ടുന്നത്. അടുത്ത ഫീച്ചർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AI മോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഫോട്ടോൻ്റെ ഉള്ളിൽ AI മോഡ് കണ്ടോ? ഇതിൻ്റെ മീനിങ് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോട്ടോ ഇതിലേക്ക് ഈ ഫ്ലവറിലേക്ക് നമ്മൾ സൂം ചെയ്യാന്ന് ചോദിക്കുക, അല്ലെങ്കിൽ സൂം ചെയ്യല്ല ഫോക്കസ് ചെയ്യാന്ന് ചോദിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മേലെ നിങ്ങൾ സൂം കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഇപ്പോൾ കണ്ട ഒരു ഫ്ലവറിൻ്റെ ചിഹ്നമായി, ഇത് ഓട്ടോമാറ്റിക് ക്യാമറ മനസ്സിലാക്കുകയാണ് അത് ഫ്ലവറാണ്, അതിനനുസരിച്ചുള്ള സാച്ചുറേഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു ഫുഡിലേക്ക് ഇത് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഫുഡാണെന്നത് മനസ്സിലാക്കും. അങ്ങനെ ഏതൊക്കെ ഐറ്റംസ് ആണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കാൻ തന്നെ അൽഗോരിതം വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന സെറ്റപ്പിനെയാണ് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ OIS EIS എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ OIS EIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇലക്ട്രോണിക്സ്
ഇമേജ് സ്റ്റെബിലൈസേഷനും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോസിൻ്റെ ഷേക്ക് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് പറയുന്നത് ഒപ്റ്റിക്കൽ. ഇത് സെറ്റിങ്സിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും ഇമേജ് സ്റ്റെബിലൈസേഷൻ. നമ്മുടെ മൊബൈലിലൊക്കെ ഉണ്ടാവുന്നത് മാക്സിമം സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ കുറേ വില കൂടിയ മൊബൈലുകളിലൊക്കെ വരുന്ന ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ ആയിരിക്കും. അതെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ് അനുസരിച്ച് ഈ ക്യാമറയും അഡ്ജസ്റ്റ് ആവും. അതിനാണ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അത് ഇത്രയും കൂടി ആക്യുറസി കൂടുതലും ഇത്രയും കൂടി കാണാൻ വൃത്തിയുള്ള വീഡിയോസാണ് ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ കൊണ്ട് ഉണ്ടാകുന്നത്. പിന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ മോഷൻ വീഡിയോസ് ആണ്. സ്ലോ മോഷൻ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ 1 സെക്കൻഡിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണെങ്കിൽ സ്ലോ മോഷൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് 1 സെക്കൻഡിൽ 240 ഫ്രെയിം പെർ സെക്കൻഡ് ആവും. അപ്പോൾ അത്ര സ്ലോ ആക്കിയിട്ട് മാറ്റും. അതാണ് നമ്മുടെ സ്ലോ മോഷൻ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതെന്നുണ്ടെങ്കിൽ HDR എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. HDR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴാണ് യൂസ് ആവുന്നത്, ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് വെയിലുള്ള സൈഡിലേക്ക് നമ്മൾ ക്യാമറ സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ളായിട്ട് ഡാർക്കായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഫോട്ടോ എടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ സ്ഥലത്തെ കുറച്ചും കൂടി വെളിച്ചം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഡാർക്ക്നെസ്സിനെ ഓവർകം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് HDR എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒപ്റ്റിക്കൽ സൂം അല്ലെങ്കിൽ ഡിജിറ്റൽ സൂം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഒപ്റ്റിക്കൽ സൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ നമ്മളൊരു ഫോട്ടോ എടുത്തു, ഇതാണ് നമ്മുടെ ഫോട്ടോ എന്ന് വിചാരിക്കാം. ഇത് ഒപ്റ്റിക്കൽ സൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോനെ നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൂം ചെയ്ത ഫോട്ടോനെ അതേ ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഫീൽ പോവാതെ അതേ രീതിയിൽ തന്നെ നമുക്ക് ഫോട്ടോ കിട്ടുന്നതിനാണ് ഒപ്റ്റിക്കൽ സൂം എന്ന് പറയുന്നത്. അതൊരു ഹാർഡ്വെയർ ബേസ്ഡ് ആണ്. ഇപ്പോൾ ഡിജിറ്റൽ സൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോനെ നമ്മളൊന്നും കൂടി നമ്മൾ തന്നെ ഈ ഫോട്ടോയിൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ സൂം ചെയ്യില്ലേ, ആ സൂമിങ് മാറി അതിനെ സൂം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാരിറ്റി വ്യത്യാസം ഭയങ്കരമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ക്ലാരിറ്റിയിലെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ മാറ്ററും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ റോ ഇമേജ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. റോ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക പ്രോ മോഡിൽ ഇപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ റോ ഇമേജ് എന്ന് കാണാൻ സാധിക്കും. റോ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ തന്നെ ചിലപ്പോൾ 24-25 MB ഒക്കെ ഉണ്ടായിരിക്കും. റോ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഡിറ്റർമാരൊക്കെ ഇല്ലേ, ഫോട്ടോഗ്രാഫർമാർ, അവരെടുക്കുന്ന ഫോട്ടോസൊക്കെ റോ ഇമേജിലാണ് എടുക്കുക. നമുക്ക് സാധാരണ രീതിയിൽ ഫോട്ടോയിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണമെങ്കിൽ അത് JPG ഇമേജ് ആയിട്ടാണ് കിട്ടുക. എന്താണെന്നുണ്ടെങ്കിൽ ഈ റോ ഇമേജിനെ കംപ്രസ് ചെയ്തിട്ടാണ് JPG ഇമേജ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ റോ ഇമേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈസ് കൂടിയതാണ്. അത് മാക്സിമം യൂസ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഫോട്ടോ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ നമ്മൾ റോ ഇമേജിൽ ഫോട്ടോ എടുക്കുന്നതായിരിക്കും. അതിലെടുക്കുന്ന ഫോട്ടോ നമുക്ക് ക്ലാരിറ്റി പോവാതെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം എനിക്കറിയാവുന്ന മാക്സിമം ടേംസൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.